നീതി നിർവഹണ സംവിധാനത്തിൽ ഒരു പൂർണ്ണ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് BJP ഒരു ചോദ്യം ചോദിച്ചാൽ അതിനും ഒരു കൃത്യമായ മറുപടി പറയാൻ രാഹുൽ ഗാന്ധിക്ക് ഒരുപക്ഷെ കഴിയില്ല. അതുകൊണ്ടാണ് ഇതൊരു ഷോർട്ടർ ഇഷ്യൂ ഉണ്ട്, അത് ജനുവിനായി പറയാനുള്ള ശ്രമം നടത്തി, രാഹുൽ ഗാന്ധി ഒരു ശ്രമം നടത്തി. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും സുതാര്യവുമായി നടത്താനുള്ള ചുമതല കോടതിക്കല്ല, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അല്ല, തീർച്ചയായും അത് ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ശ്രീ അജിം, അത് ഭരണഘടനയുടെ ചട്ടക്കൂട്ടിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമിതിയാണ്. ആ സമിതിയുടെ പ്രവർത്തനത്തിൽ സുതാര്യത നഷ്ടപ്പെട്ടാൽ, കാര്യക്ഷമത നഷ്ടപ്പെട്ടാൽ, കറപ്ഷൻ കടന്നുകൂടി കഴിഞ്ഞാൽ, ക്രമക്കേടുകൾ കണ്ടാൽ അത് ഭരണഘടനയുടെ സംരക്ഷകൻ എന്ന നിലയിൽ തീർച്ചയായും കോടതിയാണ് അതിന് തലപ്പത്ത് നിൽക്കുന്നത്. കാരണം ഇവിടെ നിയമവാഴ്ച നിൽക്കുകയും അത് സംരക്ഷിക്കാനുള്ള ഒരു അധികാരം, അവകാശം കോടതിക്കാണ്. പാർലമെന്റ് തെറ്റ് ചെയ്താൽ പോലും, ഭരണഘടനാനുസൃതമല്ലാത്ത നിയമം ഉണ്ടാക്കിയാൽ പോലും ജുഡീഷ്യൽ റിവ്യൂ ഉപയോഗിച്ചുകൊണ്ട് പാർലമെന്റ് ഉണ്ടാക്കിയ നിയമത്തെ ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കാനുള്ള ആത്യന്തികമായ അവകാശം കോടതിക്കാണ്. അപ്പോൾ എല്ലാത്തിനും മേലെ ഭരണഘടനയും ഭരണഘടനയുടെ സംരക്ഷകനായ കോടതിയും. ആ കോടതിയെ സമീപിക്കാൻ എന്തുകൊണ്ട് വിസമ്മതിക്കുന്നു എന്ന ന്യായമായ ചോദ്യം രാഹുൽ ഗാന്ധിക്കെതിരെ ചോദിക്കുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചോദ്യങ്ങൾ അപ്രസക്തമാകുന്നില്ല എന്നുകൂടി ആലോചിക്കണം. നോക്കൂ, രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. 2 കോടി ജനങ്ങളുള്ള ഹരിയാനയിൽ കേവലം 25 ലക്ഷം പേർ, കേവലം 25 ലക്ഷം അല്ല, 8 വോട്ടർമാരിൽ ഒരാൾ വീതം വ്യാജ വോട്ടറാണ് എന്ന് ചില കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട്, ആ കണക്കുകളുടെ വിശ്വാസ്യതയെ നമ്മൾ പൂർണ്ണമായി അംഗീകരിക്കാനൊന്നും ആവില്ല, അത് തീർച്ചയായും വെരിഫൈ ചെയ്യേണ്ടതാണ്. പക്ഷേ പ്രൊജക്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. 19 ലക്ഷം വോട്ടുകൾ വന്ന് ഈ 25 ലക്ഷത്തിൽ 19 ലക്ഷം എണ്ണി പറയുകയാണ്. ഒരു വീട്ടിൽ 10, 20, 50, 100, 223 ഒക്കെയുള്ള വോട്ടുകൾ വരുമ്പോൾ, അതെല്ലാം കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ 19 ലക്ഷം വരും. വേറൊരു 5 ലക്ഷത്തിൻ്റെ കണക്ക് പറയുന്നു, വേറൊരു 3.5 ലക്ഷത്തിൻ്റെ കണക്ക് പറയുന്നു, വെട്ടിനിരത്തപ്പെട്ട 3.5 ലക്ഷത്തിൻ്റെ കണക്ക് പറയുന്നു. അങ്ങനെ 25,46,144 എന്ന ഒരു മാജിക് നമ്പറിലെത്തുന്നു. അത്രയും വോട്ടുകൾ ചോരി നടത്തിയിരിക്കുന്നു, കട്ടുകൊണ്ട് പോയിരിക്കുന്നു, അല്ലെങ്കിൽ അത് തങ്ങൾക്ക് ലഭിക്കാവുന്ന വോട്ടുകൾ മറുപക്ഷത്തേക്ക് പോയിരിക്കുന്നു എന്നതും, കേവലം 22,000 വോട്ടിനാണ് കോൺഗ്രസ് പാർട്ടി പരാജയപ്പെടുന്നത് എന്നും ഉള്ള കണക്കുകളാണ് പറയുന്നത്. ഇതിനകത്ത് കുറച്ച് ഒബ്ജക്റ്റീവ് കാര്യങ്ങളുണ്ട്, കുറച്ച് സബ്ജക്റ്റീവ് കാര്യങ്ങളുണ്ട്. ആദ്യം സബ്ജക്റ്റീവ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ആ വാർത്താ സമ്മേളനം കമ്പോട് കമ്പ് കേട്ട ഒരാളാണ്, വായിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാനത് കണ്ടത് ആദ്യം സബ്ജക്റ്റീവ് കാര്യങ്ങളാണ് പറഞ്ഞത്. അഭിപ്രായ സർവേകളിൽ 5 അഭിപ്രായ സർവേകൾ പറയുമ്പോൾ ആ 5 അഭിപ്രായ സർവേകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഏതാണ്ട് 70%, 3/2 ഭൂരിപക്ഷത്തോളം കോൺഗ്രസിന് പ്രവചിക്കുന്ന അഭിപ്രായ സർവേകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട്, ഈ അഭിപ്രായ സർവേകൾ അനുസരിച്ചാണെങ്കിൽ കോൺഗ്രസിന് ജയിക്കാവുന്നതാണ്. തികച്ചും സബ്ജക്റ്റീവാണ്. അഭിപ്രായ സർവേകളും എക്സിറ്റ് പോളുകളും കൃത്യമായിക്കൊള്ളണമെന്നില്ല. രണ്ടാമത് പറഞ്ഞ കാര്യവും അതുപോലെ തന്നെയാണ്. ഇവിടെ വോട്ടെണ്ണൽ നടക്കുന്ന വേളയിൽ ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ ബാലറ്റുകളാണ്. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയപ്പോൾ ഏതാണ്ട് 73 സീറ്റുകളുമായി കോൺഗ്രസ് ബഹുദൂരം മുന്നിലാണ്. 90-ൽ കേവലം 17 സീറ്റുകളിൽ മാത്രമാണ് BJPക്ക് പോസ്റ്റൽ ബാലറ്റിൽ മേൽക്കൈ ഉണ്ടാകുന്നത്. പരമ്പരാഗതമായി ട്രഡീഷണലായി ഹരിയാനയിൽ ഈ പാറ്റേൺ പൊതു വോട്ടുകൾ എണ്ണുമ്പോഴും ആവർത്തിക്കുന്ന ഒരു പാറ്റേണാണ്. ഇപ്പോൾ അതുണ്ടായില്ല, അതിൽ ചില സംശയങ്ങളുണ്ട്. അതും സബ്ജക്റ്റീവാണ്. പോസ്റ്റൽ വോട്ടിൻ്റെ അതേ ട്രെൻഡ് തന്നെ പൊതു വോട്ടിന് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ഇത് രണ്ടും വാദഗതിക്ക് വേണ്ടി രാഹുൽ ഗാന്ധി ഉന്നയിച്ചുകൊണ്ട് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായി ഒബ്ജക്റ്റീവായി തെളിയിക്കാവുന്ന പേരുകൾ, നമ്പേഴ്സ്, ഫിഗേഴ്സുമായി രാഹുൽ ഗാന്ധി വരികയാണ്. അതാണ് രണ്ടാമത്തെ ഭാഗം. ആദ്യത്തെ സബ്ജക്റ്റീവാണ്, രണ്ടാമത്തെ കുറച്ചുകൂടി ഒബ്ജക്റ്റീവായ അനാലിസിസുമായിട്ടാണ് രാഹുൽ ഗാന്ധി വരുന്നത്. പവർ പോയിന്റ് പ്രസന്റേഷൻ സഹായത്തോടുകൂടി കൃത്യമായ ചില ഉദാഹരണങ്ങൾ, അവിടെയാണ് ബ്രസീലിയൻ വനിതയുടെ ഒക്കെ കാര്യം വരുന്നത്. അപ്പോൾ ഒരു വോട്ട്, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി തെളിയിക്കാൻ ശ്രമിക്കുന്നത് ഒരു സ്പേസ് ക്രിയേഷൻ ഇവിടെ നടക്കുന്നു. വോട്ടേഴ്സ് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഇലക്ട്രൽ റോളിൽ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. 22 പടങ്ങൾ ഒരേ ആളിൻ്റെ, അത് ബ്രസീലിയൻ മോഡൽ പടങ്ങൾ 22 ഇടത്ത് 10 ബൂത്തുകളിലായി ഇങ്ങനെ പടങ്ങൾ വരുമ്പോൾ ആ ബ്രസീലിയൻ വുമൺ വോട്ട് ചെയ്തു എന്നല്ല പറയുന്നത്, ആ പേരിൽ ആ പടം ഉപയോഗിച്ചുകൊണ്ട് 22 വ്യത്യസ്തരായ ആളുകൾ വോട്ട് ചെയ്തു എന്ന് സമർത്ഥിക്കുകയാണ്. അങ്ങനെ എത്ര അനവധി കേസുകൾ ഉദാഹരണ സഹിതം പറയുകയാണ്. ഇങ്ങനെ ഒരു ലാർജർ പിക്ചറിലേക്ക് വരികയാണ്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ എത്തി നിൽക്കുന്നു. അതുകൊണ്ട് കേവലം 22,000 വോട്ടിന് പരാജയപ്പെട്ട തങ്ങൾക്ക് 25 ലക്ഷം വോട്ടുകൾ കൂടി ലഭിക്കേണ്ടതാണ്. മൃഗീയമായ ഭൂരിപക്ഷത്തിൽ, വേണമെങ്കിൽ 4/3 ഭൂരിപക്ഷത്തിൽ കർണാടക തങ്ങൾക്ക് ഹരിയാന തങ്ങൾക്ക് കൈവശപ്പെടുത്താമായിരുന്നു. അങ്ങനെയെങ്കിൽ അതൊരു പാൻ ഇന്ത്യ ലെവലിലേക്ക് സന്നിവേശിപ്പിച്ചാൽ
നരേന്ദ്രമോദി ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് വോട്ട് ചോരിയുടെ ഫലമാണ്, മുൻകാലങ്ങളിൽ നടന്ന വോട്ട് ചോരിയുടെ ഫലമാണ്. അതിനായി ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷനെ ശാസ്ത്രീയമായി പ്രയോജനപ്പെടുത്തുന്നു. അതിന് തെളിവുകൾ ചോദിക്കുമ്പോൾ 45 ദിവസത്തിന് ശേഷം മാഞ്ഞു പോകുന്ന ഒരു മാന്ത്രിക വിദ്യയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന CCTV ക്യാമറകൾക്കുള്ളത്. എന്തുകൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല എന്ന ചോദ്യം ചോദിക്കുന്നു. അതേ ആവേശത്തിൽ മറുപക്ഷത്ത് നിന്നുകൊണ്ട് BJPയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് കൃത്യമായ ചോദ്യം ചോദിക്കുകയാണ്. എന്തുകൊണ്ട്, എവിടെയായിരുന്നു കോൺഗ്രസേ, എവിടെയായിരുന്നു നിങ്ങളുടെ സംവിധാനം, നിങ്ങളുടെ ഒരു ചട്ടക്കൂട് എവിടെ, നിങ്ങളുടെ ഒരു അണികൾ എവിടെ, നിങ്ങളുടെ ഗ്രാസ് റൂട്ട് ലെവൽ പ്രവർത്തകർ എവിടെ? അവർക്കറിയില്ലായിരുന്നോ ഇത്രയധികം 25 ലക്ഷം വോട്ടുകൾ തെറ്റായി ചേർക്കപ്പെടുകയോ വെട്ടിനിർത്തുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രവർത്തകർ എവിടെയായിരുന്നു? ബൂത്ത് ലെവൽ ഏജൻസ് എവിടെയായിരുന്നു? നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രൽ റോൾ ഇല്ലേ? സമയാസമയങ്ങളിൽ പരാതിപ്പെടേണ്ടതല്ലേ? ഇലക്ഷൻ കഴിയുന്നതിന് മുൻപ് തന്നെ, വോട്ടെടുപ്പ് നടക്കുന്നതിന് മുൻപ് തന്നെ പരാതിപ്പെടേണ്ടതല്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം രാഹുൽ ഗാന്ധിയാണ് പറയേണ്ടത്.